إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولا تصل على أحد منهم مات أبدا ولا تقم على قبره إنهم كفروا بالله ورسوله وماتوا وهم فاسقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒട്ടേറെ യുദ്ധങ്ങൾ, അതിൽ അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് തബൂക്ക് യുദ്ധവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ചില വിഷയങ്ങളുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന ഏറ്റവും അവസാന പടപ്പുറപ്പാടായിരുന്നു അത് എന്നതിൽ ആർക്കും സംശയമില്ല. ഈ സംഭവത്തിന്റെ ശേഷം പിന്നീട് ഹിജറ അപ്പോഴേക്ക് 9ാമത്തെ വർഷമായിട്ടുണ്ട്. ഹിജറ 9ാമത്തെ വർഷം ഒരുപാട് മഹനീയമായ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും സാക്ഷിയായ ഒരു വർഷമായിരുന്നു 9ാമത്തെ വർഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന, അവിടുത്തെ ഉന്നതമായ വ്യക്തിത്വത്തെ കൂടുതൽ കൂടുതൽ അടുത്തറിയുവാൻ ഉതകുന്ന നിലക്കുള്ള ഏറ്റവും മഹനീയമായ പല സംഭവങ്ങളും ഈ വർഷത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാനസികമായ വിശാലത ഏറെ നമ്മെ ഗ്രഹിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. തബൂക്ക് യുദ്ധാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിന്റെ ശേഷമാണ് മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെടുന്ന സംഭവമുണ്ടായത്. സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി തന്നെ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ മരണം വിവരിച്ചിട്ടുണ്ട്. എന്താണ് ആ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം വിരോധം വരുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിൽ വളരെയേറെ വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ മാനസികമായ വിശാലതയും സഹിഷ്ണുതയുമൊക്കെ ഏറെ പ്രകടിപ്പിച്ചിരുന്ന ഉന്നത വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അത് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സംഭവമാണ് സഹോദരങ്ങളെ അബ്ദുള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചില സംഭവങ്ങൾ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് ആ സംഭവം. ലമ്മാ മാത അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ,
അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിഖിന്റെ നേതാവ് മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ എല്ലാം വിളിച്ചു. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ ഫലമ്മ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അബ്ദുല്ലാഹ്ക്ക് വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന് വേണ്ടി ജനാസ നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങി നിന്നപ്പോൾ വസബ്തു ഇലൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ട് ചെന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതുസല്ലി അല ഇബ്നു ഉബയ്യ്, ഇബ്നു ഉബയ്യിന് വേണ്ടി നിങ്ങൾ ജനാസ നിസ്കരിക്കുകയാണോ? അയാളെ പറ്റി മനസ്സിലായിട്ടില്ലേ? വഖദ് ഖാല യൗമ കദാ വകദാ കദാ വകദാ ഉഅദ്ദിദു അലൈഹി ഖൗലഹു. അബ്ദുള്ള ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും, അബ്ദുള്ള മുസ്ലിം സമുദായത്തിന്റെ നേരെ, റസൂലുള്ളാഹിന്റെ നേരെ, ഇസ്ലാമിന് നേരെ അയാൾ നടത്തിയിട്ടുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും അക്കമിട്ട് എണ്ണി എണ്ണി ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അങ്ങനത്തെ ആൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ജനാസ നിസ്കരിക്കുന്നത് പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞാൻ പറഞ്ഞു. ഫതബസ്സമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അഖിർ അന്നി യാ ഉമർ, ഉമറേ സാരമില്ല, മാറി നിൽക്ക്, വിട്ടു നിൽക്കൂ. ഫലമ്മ അക്സർതു അലൈഹി, ഞാൻ പിന്നെയും എന്റെ സങ്കടം സഹിക്കാതെ പിന്നെയും ഞാൻ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ ഇന്നി ഖുയ്യിർതു ഫഖ്തർതു, എനിക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതായത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓർമ്മപ്പെടുത്തുന്ന വചനം ഇതാണ്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇൻ തസ്തഗ്ഫിർ ലഹും അസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. നബിയെ, നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും പൊറുക്കലിനെ ചോദിച്ചിട്ടില്ലെങ്കിലും സമമാണ്. നീ അവർക്ക് വേണ്ടി 70 തവണ പൊറുക്കലിനെ ചോദിച്ചാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅസീദുഹു അലാ 70, 70നേക്കാൾ അപ്പുറം ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, 70നേക്കാൾ അപ്പുറം ഞാനൊന്ന് വർദ്ധിപ്പിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരുണ്യത്തിന്റെ മനസ്സാണ്. ശത്രുവാണ്, ഒരുപാട് ദ്രോഹം ചെയ്ത വ്യക്തിയാണ്. പക്ഷേ പുറമേക്ക് മുസ്ലിമായിട്ട് മുസ്ലിം സമുദായത്തിലെ മെമ്പറായി അറിയപ്പെടുന്നയാളാണല്ലോ, മുസ്ലിമീങ്ങളുടെ കൂടെ വരുന്നയാളാണല്ലോ, മുസ്ലിമീങ്ങളുടെ ഗണത്തിൽ തന്നെ എണ്ണപ്പെടുന്നയാളാണല്ലോ. മുനാഫിക്കാണെങ്കിലും പറ്റേ മുശ്രിക്കെന്നോ ആ നിലക്കുള്ള കാഫിറെന്നോ വിധി എഴുതപ്പെട്ടിട്ടുള്ളയാളല്ലോ. അതുകൊണ്ട് 70-ലപ്പുറം തവണ ചോദിക്കേണ്ടി വന്നാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, അതേ ഒരാളുടെ പാപമോചനത്തിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങനെ ഞാൻ അറിയുകയാണെങ്കിൽ 71 തവണയെങ്കിലും ഞാനൊന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫസല്ല അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിച്ചു. സഹാബിമാര് പറയുന്നു, വസല്ലൈനാ മഅഹു, റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങളും ഉബയ്യ് ഇബ്നു സലൂലിന് വേണ്ടി ജനാസ നിസ്കരിച്ചു. ഫലം യംകുസ, അങ്ങനെ സുമ്മൻസറഫ, പിന്നീട് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞേയുള്ളൂ. ഫലം യംകുസ ഇല്ലാ യസീറാ, വളരെ അധികമൊന്നും സമയം വേണ്ടി വന്നില്ല, കുറച്ച് സമയം മാത്രമേ താമസിച്ചുള്ളൂ. ഹത്താ നസലത്തിൽ ആയതാനി മിൻ സൂറത്ത് ബറാഅ, അതേ സൂറത്തു തൗബയിലെ 2 ആയത്തുകൾ ഉടനെ അല്ലാഹു അവതരിപ്പിക്കുന്നു. 2 ആയത്തുകൾ അവതരിച്ച സന്ദർഭമാണ്. ഈ നിസ്കാരം കഴിഞ്ഞ് അധിക സമയമായിട്ടില്ല, അപ്പോഴേക്ക് ആയത്തിറങ്ങുന്നു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബ്രിഹി ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതൂ വഹും ഫാസിഖൂൻ. സൂറത്തു തൗബയിലെ 84-ാമത്തെ ആയത്ത്.
അല്ലാഹു തആല അതിലൂടെ കൽപ്പിക്കുകയാണ്, വിരോധിക്കുകയാണ്. ഇതുവരെ ആ നിയമമുണ്ടായിരുന്നില്ല. അല്ലാഹ് കർശനമായി വിരോധിക്കുന്നു. വലാ തുസല്ലി, നബിയെ താങ്കൾ നിസ്കരിക്കരുത്. അലാ അഹദിൻ മിൻഹും മാത, അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി, ഈ മുനാഫിക്കുകളിൽ നിന്ന് മരണപ്പെട്ട മുനാഫിക്കുകൾക്ക് വേണ്ടി നബിയെ നിങ്ങൾ നിസ്കരിച്ചു പോകരുത്. അബദാ, ഒരിക്കലും നിസ്കരിക്കരുത്. ഏത് നിസ്കാരമാണ്? ജനാസ അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കരുത്, മയ്യത്ത് നിസ്കരിക്കരുത്. ഒന്നാമത്തെ വിരോധം. രണ്ടാമത് പറയുന്നു വലാ തഖും അലാ ഖബ്രിഹി, അത്തരത്തിലുള്ള മുനാഫിഖിന്റെ ഖബറിന്റെ സമീപത്ത് താങ്കൾ പോയി നിൽക്കുക പോലും ചെയ്യരുത്. എന്താണ് ആ ഖബറിന്റെ സമീപത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ? ആ ജനാസ സന്ദർശിക്കുക, ജനാസയുടെ പിന്നാലെ പോവുക. അതുപോലെ തന്നെ ആ ജനാസ അടക്കം ചെയ്തതിന്റെ ശേഷം ആ ഖബറിന്റെ സമീപത്ത് നിന്നിട്ട്, മുസ്ലിമീങ്ങളുടെ ഖബറിന്റെ സമീപത്ത് നിന്നാൽ ഇസ്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ജനാസ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഉടനെ തന്നെ അടക്കം ചെയ്ത് കഴിഞ്ഞ ഉടനെ അധികം താമസിയാതെ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദ്യത്തിന് വരുമല്ലോ. ആ ചോദ്യം ചോദിക്കാൻ വരുന്ന നേരത്ത് ആ മയ്യത്തിന്, ആ സഹോദരന്, അതല്ലെങ്കിൽ ആ സഹോദരിക്ക് ഉത്തരം തോന്നിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ തേടണം. നല്ല സ്ഥൈര്യം കിട്ടാൻ വേണ്ടി, മനസ്സിന് നല്ല ധൈര്യം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പൊതുവായ തത്വമാണ്. ഖബറടക്കി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അതേ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി സലൂലഹു തസ്ബീത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയുകയുണ്ടായി, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പൊതുവായിട്ട് പ്രവാചകൻ പറഞ്ഞൊരു നിയമമാണ്, നിങ്ങൾ ആ മയ്യത്തിന് വേണ്ടി തസ്ബീത്ത്, നല്ല സ്ഥൈര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. കാരണം ഫഇന്നഹു ലാന യുസ്അലു, ഇപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെടുന്ന നേരമാണ്. അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ജനാസ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ ഖബർസ്ഥാനിൽ, ആ ഖബറിങ്കിൽ നിന്നുകൊണ്ട് അതേ ഈ ആശയം വരുന്ന, ഈ ഉദ്ദേശം നിറവേറപ്പെടാൻ പ്രാപ്തമാകുന്ന നിലക്കുള്ള വാചകങ്ങൾ കൊണ്ട് ദുആ ഇരക്കുന്നത്, അതിന് തസ്ബീത്ത് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കെല്ലാം സുപരിചിതമാണ്. തസ്ബീത്ത് ചൊല്ലുക, തസ്ബീത്തിനെ ചോദിക്കുക, അല്ലാഹുവിനോട് തസ്ബീത്ത് ചോദിക്കുകയാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പ്രത്യേക വാചകങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ അവിടുന്ന് പറഞ്ഞത് ഇപ്പൊ ചോദിക്കപ്പെടുന്ന നേരമാണ്, മലക്കുകളാൽ ചോദിക്കപ്പെടുന്ന നേരമാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് ആ ചോദിക്കപ്പെടുന്ന നേരത്ത് അവരുടെ ചോദ്യത്തിന് ഉത്തരം തോന്നിപ്പിക്കാനും സ്ഥൈര്യം നൽകാനും ഒക്കെ നിങ്ങൾ ചോദിക്കണം എന്ന് പറയുമ്പോ ആ ആശയം വരുന്ന പ്രാർത്ഥനകൾ നമുക്ക് ഖബറിന്റെ സമീപത്ത് വെച്ച് ജനാസക്ക് വേണ്ടി, മയ്യത്തിന് വേണ്ടി നിർവഹിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തസ്ബീത്തുകൾ, പല വാചകങ്ങളുണ്ട്. പണ്ഡിതന്മാർ ആ ആശയം കിട്ടുന്ന നിലക്ക് പല വാചകങ്ങൾ ക്രോഡീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. പ്രസിദ്ധമായ ചില വാചകങ്ങളാണ് ഞാൻ ഈ കേൾപ്പിച്ചത്. അല്ലാഹുവേ, ചോദ്യനേരത്ത് ഈ മയ്യത്തിന് നീ സ്ഥൈര്യം നൽകണേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഈ മയ്യത്തിന് നീ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, ഖബറാണല്ലോ, ഖബർ മനുഷ്യനെ ഇടുക്കുമെന്നും കൂട്ടിച്ചേർക്കുമെന്നും ഒക്കെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഇരു പാർശ്വങ്ങളിൽ നിന്നും ഖബറിനെ നീ അകറ്റിയിട്ട് വിശാലത കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അദ്ദേഹത്തോട് പൊറുക്കണേ അല്ലാ, അദ്ദേഹത്തോട് കരുണ ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ, എല്ലാ പേടികളിൽ നിന്നും. ഖബറാണല്ലോ ഭീതിയുടെ കേന്ദ്രമാണ്, ഭീതിയുടെ വീടാണ്, ബേജാറിന്റെ വീടാണ്, വെപ്രാളത്തിന്റെ വീടാണ്. ആ വീട്ടിൽ നീ ശാന്തി കൊടുക്കണേ അല്ലാ. ഭയങ്ങളിൽ നിന്ന്, സർവ ഭയങ്ങളിൽ നിന്നും നീ വിമുക്തി നൽകിക്കൊണ്ട് നിർഭയത്വം പ്രദാനം ചെയ്യണേ. ഈ ആശയങ്ങളൊക്കെ വരുന്ന പ്രാർത്ഥനകൾ അതേ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഖബറടക്കി കഴിഞ്ഞ ഉടനെ പറയൽ സുന്നത്തുണ്ട്. ഇതേ വാചകം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ? ഈ വാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതൊന്നുമല്ല, മറിച്ച് അവിടുന്ന് പറഞ്ഞതെന്താണ്? നിങ്ങൾ അദ്ദേഹത്തിന് തസ്ബീത്തിന്, സ്ഥൈര്യത്തിന് വേണ്ടി ചോദിക്കണം. ആ ആശയം കിട്ടാവുന്ന ഏത് പ്രാർത്ഥനകളും നിർവഹിക്കാം. അപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അതും മുനാഫിഖിന്റെ ഖബറിൽ വെച്ച് ചെയ്യാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല നബിയെ.
വലാ തഖും അലാ ഖബ്രിഹി, അയാളുടെ ഖബറിന്റെ സമീപത്ത് പോയി നിൽക്കുക പോലും ചെയ്യാൻ പാടില്ല. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, എന്താണ് കാരണം? നിശ്ചയമായും അവർ അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്, അവന്റെ റസൂലിലും അവിശ്വസിച്ചവരാണ്. വമാതു, അവർ മരണപ്പെടുകയും ചെയ്തവരാണ്. വഹും ഫാസിഖൂൻ, അതേ കാഫിറുകളായ നിലക്ക് തന്നെ. ഇവിടെ കേവലം ഫാസിഖ്, തെമ്മാടി, വൻപാപം ചെയ്ത ഒരാൾ എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ അല്ലാഹ് ഫാസിഖ് എന്ന് ഉപയോഗിച്ചത് കാഫിർ എന്ന അർത്ഥത്തിൽ തന്നെയാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ വിവരിച്ച് കാണാം. ആ നിലക്കാണ് അവരുടെ മരണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു അത് വിരോധിക്കുന്നു. അഥവാ മുനാഫിക്കുകൾക്ക് വേണ്ടി നിസ്കാരം നിർവഹിക്കാൻ പാടില്ല, അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കരുത്, അവരുടെ ഖബറിന്റെ സമീപത്ത് പോകരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഇത് ആയത്തിറങ്ങാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫഅജിബ്തു ബഅദു മിൻ ജുർഅതി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമഇദിൻ, അന്നത്തെ ദിവസം ഞാൻ എന്റെ കാര്യമോർത്ത് വല്ലാതെ അത്ഭുതപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, എങ്ങനെ അള്ളാന്റെ റസൂലിനോട് ഇങ്ങനെ പറയാൻ എനിക്ക് ധൈര്യം വന്നു എന്നോർത്ത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വിധങ്ങൾ നിസ്കരിക്കാൻ നോക്കുമ്പോൾ ഞാൻ പോയിട്ട്, നബിയെ വേണ്ട, നബിയെ വേണ്ട, നിസ്കരിക്കേണ്ട ആള് മുനാഫിക്കല്ലേ നബിയെ, വേണ്ട വേണ്ട എന്നിങ്ങനെ പറയാൻ എനിക്ക് എങ്ങനെയാ അപ്പൊ ധൈര്യം കിട്ടിയതെന്ന് ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഓർക്കാറുണ്ട്. എപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ ഉദ്ദേശാർത്ഥം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ അതിനനുകൂലമായ നിലക്ക് അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹിഷ്ണുത, അവിടുത്തെ മാനസികമായ വിശാലത, അവിടുത്തെ ഏറ്റവും കൂടുതൽ ഒരുപാട് നിലക്ക് ഉപദ്രവിച്ച ആളാണ്. പക്ഷെ മുസ്ലിം അല്ലേ, പേരിൽ മുസ്ലിം അല്ലേ, ഇസ്ലാമിക സൊസൈറ്റിയിലെ മെമ്പർ അല്ലേ, പറ്റ കാഫിറല്ലല്ലോ. ആ നിലക്ക് ഇങ്ങനെ ഒരു നിയമം ഇറങ്ങിയിട്ടില്ല. എന്നിട്ടും ഇത്രത്തോളം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എത്ര ഏതെല്ലാം നിലക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ കുപ്രചരണങ്ങൾ നടത്തിയില്ലേ? സ്വന്തം ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റി അപവാദം പറഞ്ഞ നേതാവാണ്. അതുപോലെ തന്നെ മദീനയിലെത്തിയ ഞങ്ങൾ പുറത്താക്കും എന്ന് പറഞ്ഞ നേതാവാണ്. ഭക്ഷണം മുടക്കും, അന്നം മുടക്കും എന്ന് പറഞ്ഞ ആളാണ്. ഉഹദിൽ നിന്ന് 100-300 ആളുകളെയും കൊണ്ട് സമരരംഗത്ത് നിന്ന് പിൻവലിഞ്ഞയാളാണ്. അങ്ങനെയൊക്കെ ആയിട്ട് പോലും മകനായ അബ്ദുള്ള വന്നുകൊണ്ട് പറഞ്ഞു, ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിന് ഒരു മകനുണ്ടായിരുന്നു, അതും പേര് അബ്ദുള്ള തന്നെ. ആ അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, അങ്ങ് ധരിച്ച കുപ്പായം ബാപ്പാക്ക് തരണം, അതിൽ കഫൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്റെ ബാപ്പയെ അങ്ങയുടെ ശരീരം തൊട്ട ആ വസ്ത്രത്തിൽ, അവിടുത്തെ കുപ്പായത്തിൽ, അവിടുത്തെ ഷർട്ടനിക്ക് തരണം നബിയെ. അതുകൊണ്ട് ബാപ്പയെ അതിൽ കഫൻ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുപ്പായം ഊരി കൊടുക്കുകയാണ്. നബി തങ്ങളതാ കഫൻ ചെയ്യാൻ വേണ്ടി കുപ്പായം കൊടുക്കുന്നു. കുപ്പായം കൊടുത്തു എന്ന് മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആ മയ്യത്തിന്റെ മേൽ തന്റെ ഉമിനീരൽപ്പം പുരട്ടുന്നു, കുപ്പായം ധരിപ്പിക്കുന്നു. എന്നിട്ടാണ് ഖബറടക്കുന്നത്. ആ കുപ്പായം കൊടുത്തതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അതാ ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാം. തന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് അന്ന് ധരിക്കാൻ ഒരു വസ്ത്രമില്ലാഞ്ഞിട്ട് പല ആളുകളുടെയും വസ്ത്രം അളവ് നോക്കിയപ്പോൾ ആർക്കും കൊടുക്കാൻ ആരുടെ കയ്യിലും ഒരു ഖമീസില്ലാത്ത സമയത്ത്, ഒരു കുപ്പായമില്ലാത്ത നേരത്ത് ഈ മുനാഫിക് നേതാവ് അബ്ദുള്ളയാണ് അന്ന് പിതൃവ്യനായ അബ്ബാസിനൊരു കുപ്പായം കൊടുത്തത്. അതുകൊണ്ട് മോനൊരു കുപ്പായം ചോദിക്കുമ്പോ ഞാൻ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാനസികമായ വിശാലത അത്രത്തോളം. അങ്ങനെ അത്രയൊക്കെ ശത്രുതയും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അള്ളാഹ് വിരോധിച്ചൊരായത്തില്ലല്ലോ, അതുകൊണ്ട് നിസ്കരിക്കന്നെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ച് നിസ്കരിക്കുന്നത്. പക്ഷേ ഈ ആയത്ത് അവതരിക്കപ്പെട്ടതോടുകൂടി ആ നിയമം അങ്ങ് പോയി. അത് കർശനമായി തന്നെ വിരോധിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഈ ആയത്ത് അവതരിക്കപ്പെട്ടതിന്റെ ശേഷം പറയുകയും ചെയ്തു. ഫതുഹുൽ ബാരിയിലൊക്കെ നമുക്ക് വിശദീകരണം കാണാം, തബരിയിലും നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, വമാ യുഗ്നി അൻഹു ഖബീസി മിനല്ലാഹ്, അയാൾക്ക് എന്റെ കുപ്പായം ഒന്നും ഉപകരിക്കൂല. അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് എന്റെ കുപ്പായം കൊണ്ട് ഒരു കാര്യവും കിട്ടാനില്ല, ഒന്നും ഫലം ചെയ്യുന്നതല്ല.
ഞാൻ ഇങ്ങനെ നല്ല നിലക്ക് ഇടപെട്ടിട്ട് അയാളുടെ ഒരുപാട് അനുയായികളുടെ മനസ്സിനൊരു മാറ്റം വന്നാലോ? അതുപോലെ തന്നെ അബ്ദുള്ള മോനാണല്ലോ, ആരാണ് ഈ മോനെന്ന് മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ കുതന്ത്രങ്ങൾ ബാപ്പ ചെയ്തപ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നിട്ട് സമ്മതം ചോദിച്ച മകനാണ്. എന്താ സമ്മതം ചോദിച്ചെന്നറിയോ? ദഅനി. റസൂലുള്ളാഹിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒന്ന് മൂളിയാ മതി, ബാപ്പന്റെ തല ഞാൻ എടുത്തോളാം. ഒന്ന് മൂളി തന്നാൽ മതി, ഞാൻ ബാപ്പയുടെ കഥ കഴിച്ചോളാം എന്ന് പറഞ്ഞ മോനാണ്. അതേ ആ അബ്ദുള്ളയാണ് വന്നുകൊണ്ട് പറയുന്നത്, അള്ളയാണെങ്കിൽ വിലക്കിയിട്ടുമില്ല, വിരോധിച്ചിട്ടുമില്ല, ഈ ആയത്തിറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവൃത്തി ചെയ്തതിൽ പല തത്വങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഹദീസ് വിശദീകരിച്ച ശാരിഹീങ്ങൾ പറഞ്ഞു കാണുന്നു. ഒന്ന്, അബ്ദുള്ളയുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടട്ടെ, നല്ല മുസ്ലിമായ സഹാബിയല്ലേ, ഒരാശ്വാസം അദ്ദേഹത്തിന് കിട്ടട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കാലാകാലം ഒരപമാനം വരാതെ ഇരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരുപാട് അനുയായികൾ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിനോട് പെരുമാറിയ നേതാവിനോട് മരണസന്ദർഭത്തിൽ ഇങ്ങനെയല്ലേ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തിച്ചതെന്നോർത്തിട്ട് അയാൾ ഏതായാലും മരിച്ചുപോയി. അയാളുടെ കെണിയിൽപ്പെട്ട ഒരുപാട് ആളുകളെങ്കിലും റസൂലുള്ളാഹിന്റെ ഉത്തമമായ ഈ പെരുമാറ്റം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നാലോ, അവരുടെ വിശ്വാസം വളരെ നന്നായാലോ, അവരുടെ ഖൽബിൽ ഈമാൻ നിഫാഖൊക്കെ പോയി വളരെ ഖാലിസായ ഈമാൻ കിട്ടിയാലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ഈ ആയത്ത് അവതരണത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലായി, ഇനി അത് പാടില്ല. ഇത് അവതരിച്ചതിന്റെ ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മുനാഫിക്കിന് വേണ്ടിയും പിന്നെ ജനാസ നിസ്കരിച്ചിട്ടില്ല. എന്നാൽ ഇതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ ഇന്ന് സഹോദരങ്ങളെ, മുനാഫിക്കാരെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ എന്താ മാർഗമുള്ളത്? വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു ഓരോരുത്തരെ അറിയിച്ചു കൊടുത്തത് കൊണ്ടാണ് അവിടുത്തേക്ക് ആരൊക്കെയാണ് മുനാഫിക്കുകളെന്ന് മനസ്സിലായത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരിൽ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിക്ക് ഒരു പേരുണ്ട്, സാഹിബു സിർരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വകാര്യം സൂക്ഷിക്കുന്ന നേതാവാണ്. ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് മാത്രം അള്ളാന്റെ റസൂൽ ഒരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് അറിയിച്ചു കൊടുത്ത ഒരു 10-12 മുനാഫിഖിന്റെ ലിസ്റ്റ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കണം, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അള്ളാന്റെ റസൂലിന് അള്ളാഹ് വഹി അറിയിച്ചു കൊടുത്തു, ഇന്ന ആളുകളൊക്കെ മുനാഫിക്കുകൾ ഉണ്ട് കൃത്യമായിട്ട്. ആ ആളുകളുടെയൊക്കെ പേര് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് മാത്രം, ഒരൊറ്റ സഹാബിയോടും പറഞ്ഞില്ല, ഇതാരോടും പറയരുതെന്നും പറഞ്ഞു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നാലെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇടയ്ക്ക് കൂടാറുണ്ട് എന്നാണ് ചരിത്രം. മനസ്സിലാക്കണം സഹോദരങ്ങളെ, സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പം ഇടയ്ക്കിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറ്റിക്കൂടി നടക്കും. എന്തിനാന്നറിയോ? ചോദിക്കാണ്, ആ ലിസ്റ്റ് ഒന്ന് പറയോ, എന്റെ പേരയിലുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ്. ഉമർ സ്വർഗ്ഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട നേതാവായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ പോലും ബേജാറാണ്. എന്റെ മനസ്സിൽ നിഫാഖുണ്ടോ? ഞാൻ കപടനാണോ? കാപട്യം എന്റെ ഖൽബിൽ വന്നുകൂടുന്നുണ്ടോ? അതാണ് മുനാഫിക്കീങ്ങളെ പറ്റി വിവരം കൊടുത്ത ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ നടന്നിട്ട് പലപ്പോഴും നേതാവായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ലയോ ഹുദൈഫ, എന്റെ പേര് നിനക്ക് അറിയിച്ച് തന്ന മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിലുണ്ടോ? അതാണ് മഹാന്മാരുടെ വിനയം. മഹാന്മാരുടെ വിനയമാണ്. നമ്മൾ മനസ്സിലാക്കുന്നു മറ്റുള്ളവരൊക്കെ നരകത്തിലാണ്, മറ്റുള്ളവനാണ് കുഴപ്പം, എല്ലാവരുടെയും കുഴപ്പം കാണുന്നു. പക്ഷേ അവനവനെല്ലാം തികഞ്ഞു എന്ന് തോന്നുകയാണ്. അവനവന്റെ കുഴപ്പങ്ങളെ കാണാതിരിക്കുകയാണ്, അവനവനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ്. മുൻഗാമികൾ മറ്റുള്ളവരുടെ തെറ്റുകളല്ല കണ്ടിരുന്നത്, അവരവരുടെ തെറ്റുകളെ കുറിച്ച് അവരാലോചിച്ച് കരഞ്ഞിരുന്നത്. അത് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അപ്പൊ സഹോദരന്മാരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഈ മഹനീയമായ സംഭവം ഇത്രത്തോളം ശത്രുത കാണിച്ചയാളോട് പോലും അള്ളാന്റെ വിലക്കില്ലാതിരുന്നത് കൊണ്ട് വളരെ സൗമ്യമായി വർത്തിച്ച് ഏറ്റവും നല്ല ഇടപെടൽ നടത്തി എന്നാണ്. എന്നാൽ ഇന്ന് നമുക്ക് മുനാഫിക്കീങ്ങളെ മനസ്സിലാക്കാൻ മാർഗങ്ങളൊന്നുമില്ല. വഹയില്ല, ഒരാൾക്കും ഇന്നയാള് മുനാഫിക്ക് എന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് ആരെയും നമുക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി നിസ്കാരം നിർവഹിച്ച് നോമ്പ് തോൽക്കുന്ന ആ നിലക്കുള്ള മുസ്ലിമീങ്ങളുടെ ഗണത്തിൽ ഉള്ള ആരുടേരും നമുക്കറിയാനാവില്ലല്ലോ. ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവൻ അല്ലാഹ് മാത്രമല്ലേ. അതുകൊണ്ട് ലാഹിറനുസരിച്ച്, ബാഹ്യമനുസരിച്ച് മുസ്ലിം സൊസൈറ്റിയിലെ മെമ്പർ എന്ന നിലയ്ക്ക് എല്ലാവരെയും മുസ്ലിമീങ്ങളായി കണ്ടുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഇടപെടുന്ന നിയമങ്ങളൊക്കെ, വിഷയങ്ങളെല്ലാം പാലിക്കുക മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ആർക്കും നിവൃത്തിയുള്ളൂ. സഹാബത്തൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്, അല്ലാതെ നിവൃത്തിയില്ല. ആരെപ്പറ്റിയും കൃത്യമായിട്ട് ഇന്നയാൾ മുനാഫിക്കാണ് എന്ന് പറഞ്ഞ് നടപടിയെടുക്കാൻ സാധ്യല്ല. അതാണ് ഇസ്ലാമികമായിട്ടുള്ള അതിന്റെ വിധി എന്നുകൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശാല മനസ്കതയും അവിടുത്തെ കാരുണ്യം, ഇവിടുന്ന് പറയണേ 70 തവണ ചോദിച്ചാലും പൊറുക്കൂല എന്ന് പറയുമ്പോ എന്നാ അതിനേക്കാണ് അപ്പുറം വർദ്ധിപ്പിച്ച് ചോദിച്ചാൽ അല്ലാഹ് പൊറുത്താലോ എന്നാ അപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നോട് ഇത്രയും ചെയ്ത ആളല്ലേ, അയാൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിന് ചോദിക്കേ എന്നല്ല പുറത്തു കൊടുക്കേണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടില്ലേ? മകളെ പറ്റി ദുരാരോപണം പറഞ്ഞ് ആളുകളെ സംബന്ധിച്ച് കർശനമായ നടപടിയെടുത്തപ്പോ അല്ലാഹു തആല ചോദിച്ചില്ലേ, നിങ്ങൾ പൊറുക്കാൻ സന്നദ്ധരാകുന്നില്ലേ? അല്ലാഹ് നിങ്ങളോട് പൊറുക്കണ്ടേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അവസരത്തിൽ തന്റെ തീരുമാനങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ട് പറയുന്നു, അതേ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരണം. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹ് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരണം, ഞാനിതാ അതുമായി ബന്ധപ്പെട്ട സർവ്വ നടപടികളിൽ നിന്നും പിൻവാങ്ങുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകൾ സൂറത്തു നൂറിൽ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. അപ്പൊ ആ ഒരു മാനസികമായ വിശാലതയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം ഈ സംഭവത്തിലൂടെ അറിയണം. ആർക്കാണതിന് സാധിക്കുക? പിന്നെ നിയമപ്രകാരം വിലക്ക് വന്നപ്പോഴാണ്, വിരോധം വന്നപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വിട്ടുനിന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങളെ നന്നായി അറിയുവാനും അത് സമൂഹത്തെ എത്തിച്ചു കൊടുക്കുവാനും അവിടുന്ന് കാണിച്ചിരുന്ന വഴിത്താരയിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പല ആളുകളും മരണപ്പെട്ട വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ الرحيم اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا تقبل منا إنك أنت السميع العليم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.